السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار ما شاء الله كان. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. وإذا مس الإنسان الضر دعانا لجنبه أو قاعدا أو قائما فلما كشفنا عنه الضر مر كأن لم يدعنا إلى ضر مسه. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷ്മതയോടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കാൻ സാധിക്കും വിധം ജീവിതത്തെ ശുദ്ധീകരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മനുഷ്യരായ നാം സന്തോഷവും ആനന്ദവും ആഹ്ലാദവുമുള്ള ജീവിതമാണെങ്കിൽ അള്ളാഹുവിനെ മറക്കും. ദുഃഖവും പ്രയാസവും രോഗങ്ങളും സങ്കടങ്ങളും തൊഴിലില്ലായ്മയും കച്ചവടത്തിലെ പരാധീനതകളും മക്കളുടെ ദുസ്വഭാവങ്ങളും കുടുംബത്തിൻ്റെ അന്യാധീനപ്പെടലുമെല്ലാം ആകുമ്പോൾ അപ്പോഴാണ് മനുഷ്യൻ റബ്ബിനെ ഓർക്കുക. സന്തോഷവേളകളിൽ അള്ളാഹുവുമായി ബന്ധമില്ലാതെ ജീവിക്കുന്നവർ മഹാ അപകടകാരികളാണ്. അവർക്ക് മരണം പുലുകുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ കഴിയില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊടുത്തൊരു വസിയത്തുണ്ട്: തഅറഫ് ഇലല്ലാഹ് ഫിർ റഹാ. ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളിൽ നീ അള്ളാഹുവിനെ പരിചയപ്പെടണം, നീ അള്ളാഹുവിനെ അറിയണം. യഅരിഫ്ക ഫി ശിദ്ദ. എങ്കിൽ നിന്റെ സന്താപഘട്ടങ്ങളിൽ, നിന്റെ ദുഃഖഘട്ടങ്ങളിൽ നിന്റെ കൂടെ റബ്ബ് ഉണ്ടാവും. ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സന്ദർഭങ്ങളിൽ റബ്ബിനെ വിട്ടാൽ റബ്ബ് നിങ്ങളുടെ ദുഃഖവേളകളിൽ കൂടെ ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങൾ സന്തോഷ നാളുകളിൽ, ആഹ്ലാദവേളകളിൽ വളരെയധികം ആരോഗ്യമുള്ളപ്പോൾ, പ്രയാസങ്ങളൊന്നുമില്ലാത്തപ്പോൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യഅരിഫ്ക ഫി ശിദ്ദ, നിങ്ങളുടെ പ്രയാസവേളകളിൽ അള്ളാഹു നിങ്ങളെ കൂടെ ഉണ്ടാവും. ഒരു മനസ്സിൽ കൊത്തിവെക്കേണ്ട വാചകമാണ് ഇത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ വസിയത്താണ്. റസൂൽ മുസ്ലിങ്ങളോടായി പറഞ്ഞു, നേരത്തെ പറഞ്ഞതൊരു വസിയത്താണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത. എന്നാൽ റസൂൽ മൊത്തത്തിൽ മുസ്ലിങ്ങളോട് പറഞ്ഞു, മൻ സർറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു. ആരെങ്കിലും തൻ്റെ പ്രാർത്ഥനക്ക്, നിങ്ങളുടെയും എൻ്റെയും ഒക്കെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ദ ശദായിദി, നിങ്ങളുടെ വിപൽഘട്ടങ്ങളിൽ, പ്രയാസവേളകളിൽ
വിപൽഘട്ടങ്ങളിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖവേളകളിലും മാറാ രോഗങ്ങളിലും അതുപോലെ തന്നെ സഹിക്കാനും താങ്ങാനും കഴിയാത്ത പ്രതിസന്ധികളിൽ പെടുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകണമെങ്കിൽ വൽ കർബി, നിങ്ങളുടെ പ്രയാസം ശാരീരികവും മാനസികവുമായ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന അല്ലാഹു കബൂലാക്കണമെങ്കിൽ ഫൽ യുക്സിർ അദ്ദുആ ഫിർ റഹാ, ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആരോഗ്യമുള്ള വേളകളിൽ നിങ്ങളുടെ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. സാധാരണ ആവശ്യമുള്ളപ്പോൾ മാത്രം അള്ളാഹുവിനായിട്ട് ബന്ധപ്പെടുകയും ആവശ്യം കഴിഞ്ഞ് സുഖം കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ അവഗണിക്കുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുകയുമില്ല. നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ റബ്ബിനോട് പറയാറുണ്ട്. അപ്പോഴൊക്കെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷെ അള്ളാഹു എനിക്ക് ഉത്തരം തരുന്നില്ല. അതിൻ്റെ കാരണമാണിത്. നമ്മൾ ആയ നാളുകളിൽ, സുഖകരമായി ജീവിച്ച നാളുകളിൽ യാതൊരു ബന്ധവും അള്ളാഹുവിനോട് പുലർത്തിയില്ല. പക്ഷേ വിഷമഘട്ടം വന്നപ്പോൾ റബ്ബിൻ്റെ നേരെ കൈ ഉയർത്തിയാൽ അള്ളാഹു ആ കൈ തിരിച്ച് എടുത്തു കളയും, ശൂന്യമാക്കി വിടും, കിട്ടൂല, ഉത്തരം തരൂല. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയാണ്. സൂറത്ത് യൂനുസിലെ ഒരായത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. നമുക്ക് കേൾക്കാം. അള്ളാഹ് എന്താ പറയുന്നത്? വൈദാ മസ്സൽ ഇൻസാൻ വല്ലുറ, മനുഷ്യന് ദുരിതവും കഷ്ടപ്പാടും വേവലാതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവനെ ബാധിച്ചാൽ ദാന, അവൻ നമ്മോട് പ്രാർത്ഥിക്കും. എങ്ങനെ? ലിജൻബിഹി, കിടന്നുകൊണ്ട്, കിടന്ന് പ്രാർത്ഥിക്കും. ഔ കായിദൻ, നിന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരുന്നു കൊണ്ടും ഔ കായിമൻ, നിന്നുകൊണ്ടും. അപ്പൊ കിടന്നും ഇരുന്നും നിന്നും. കാരണം എന്താ? മാറാവ്യാധി ഇനി മാറുകയില്ല എന്ന് തോന്നിയാൽ നമ്മളുടെ നാവിൻ തുമ്പിൽ എപ്പോഴും റബ്ബിനോടുള്ള പ്രാർത്ഥനയായിരിക്കും. അപ്പൊ നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥന. എന്നാലോ അല്ലാഹ് പറയാ ഫലമ്മാ കശഫന അൻഹുൽ ളുർ, അവനെ ബാധിച്ച ദുരിതം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, അവൻ എന്താണോ റബ്ബിനോട് ചോദിച്ചത് ആ ചോദിച്ച കാര്യം അള്ളാഹു നിവർത്തിച്ചു കൊടുക്കുകയും അവൻ അതിൽ രക്ഷപ്പെടുത്തുകയും ചെയ്താൽ മറ കല്ലം യദൂനായില്ല ലുറി മസ, അവനെ ബാധിച്ച സമയത്ത്, ആപത്ത് ബാധിച്ചപ്പോൾ, ദുരിതം ബാധിച്ചപ്പോൾ നമ്മോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ ആയിരിക്കും പിന്നെ അവന്റെ ജീവിതം. ഏത് മറ്റതെങ്ങനെ ഉണ്ടാവുന്നറിയോ? ഖുർആൻ പലയിടങ്ങളിലും ആ വിഷയം പറയുന്നു. സൂറത്ത് സുമറിലുള്ള പറയുന്നു, വൈദാ മസ്സൽ ഇൻസാൻ, മനുഷ്യന് ബാധിച്ചാൽ, അല്ലുർ, ദുരിതം, കഷ്ടപ്പാടുകൾ ബാധിച്ചാൽ, ദാ റബ്ബഹു മുനീബൻ ഇലൈഹി, റബ്ബിനോട് കേരിച്ച് മടങ്ങിക്കൊണ്ട് വിനയാന്വിതനായിക്കൊണ്ട് അഹങ്കാരമില്ലാതെ റബ്ബിലേക്ക് തൗബ ചെയ്തുകൊണ്ട് കഴിഞ്ഞുപോയ ഇന്നലകളിലെല്ലാം ചെയ്തു പോയ തെറ്റുകൾ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കും. സുമ്മ ഇദാ ഹവ്വലഹു നിഅമത്തൻ മിൻഹു, ആ പ്രാർത്ഥനാ വേളയിൽ അള്ളാഹു അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും അവന്റെ ആ പ്രയാസം നീക്കിക്കൊടുത്ത് ഒരല്പം സുഖവും സന്തോഷവും കൊടുത്താലോ അള്ളാഹ് പറയാം നസിയമാക്കാൻ യദൂഇലൈഹി മിൻ ഖബൽ, മുമ്പ് പ്രാർത്ഥിച്ചുള്ളതെല്ലാം മറന്നു, പിന്നെ റബ്ബായിട്ട് ബന്ധമുണ്ടാവില്ല. നിങ്ങൾ നോക്കേണ്ടി, ആരോഗ്യമൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആളുകൾ പള്ളിയിൽ കയറി നല്ല ഉഷാറാ. എന്താ റബ്ബിനോടുള്ള പ്രാർത്ഥന അല്ലേ? പൈസ ഒക്കെ തീർന്നാൽ ഭയങ്കര പ്രാർത്ഥന. പൈസ കൂടിയാലോ, ആരോഗ്യം കൂടിയാലോ കുറച്ച് മെച്ചപ്പെട്ടാൽ മതി, വേറൊന്നും വേണ്ട. അഹങ്കാരിയായി, പൊങ്ങച്ചക്കാരനായി, അല്ലേ, ധിക്കാരിയായി. വിശുദ്ധ ഖുർആൻ മക്കയിലെ മുശ്രിക്കുകളുടെ സ്വഭാവം അതായിരുന്നു. മുസ്ലിങ്ങൾക്ക് ആ സ്വഭാവം വരാതിരിക്കാനാണ് വിശുദ്ധ ഖുർആൻ മക്കയിലെ മുശ്രിക്കുകൾക്ക് ആപത്ത് പണഞ്ഞപ്പോൾ അവർ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായി പ്രാർത്ഥിച്ച രംഗം അള്ളാഹു സൂറത്തുൽ അങ്കബൂത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഫൈദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാഹും യുശ്രികൂൻ. അള്ളാഹു അല്ലാത്ത പരശതം ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും വിഗ്രഹങ്ങളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദി പ്രബോധനത്തിന്റെ നേരെ ശക്തമായി ആഞ്ഞടിച്ച മുശ്രിക്കുകൾ, അവർ കപ്പലിൽ യാത്ര ചെയ്യുന്ന രംഗം അല്ലാഹു വിശദീകരിക്കുകയാണ്. ഫൈദാ റകിബു ഫിൽ ഫുൽക്, അവർ കപ്പലിൽ കയറുകയും കപ്പൽ ആടി ഉലയുകയും കാറ്റും കോളും ബാധിച്ച് ആ കപ്പൽ മറയാൻ പോവുകയും ചെയ്തപ്പോൾ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഹൃദയത്തിന്റെ അടിത്തട്ടറിഞ്ഞുകൊണ്ട് ആ മക്കയിലെ മുശ്രിക്കുകൾ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അള്ളാഹുവെ രക്ഷിക്കണേ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാലോ ഖുർആൻ പറയാം, പിന്നെ അവർ രക്ഷപ്പെടുത്തിയപ്പോൾ വലമ്മാ നജ്ജാഹും മിനൽ ബർരി,
കരയിലേക്ക് നാം അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ, കടലിലുണ്ടായിരുന്ന കാറ്റും കോളും കപ്പലിന്റെ സന്തുലിതാവസ്ഥ തെറ്റുകയൊക്കെ ചെയ്തുകൊണ്ട് യാത്ര പോകുമ്പോൾ മരണവിളിയാ റബ്ബിനെ. രക്ഷപ്പെടുത്തിയപ്പോഴോ അല്ല പറയാം, ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാഹും യുശ്രികൂൻ. പിന്നെയും അവർ ആദ്യം ചെയ്ത ശിർക്കൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ രക്ഷിച്ചത് അല്ലല്ല, നമ്മൾ രക്ഷിച്ചത് ലാത്തയാണ്, ഉസ്സയാണ്, മനാത്തയാണ്, വദ്ദാണ്. അങ്ങനെ തന്നെ മനുഷ്യന്മാര്. ഇപ്പം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി, ജോലിയൊന്നുമില്ല, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. റബ്ബിനോട് ഒരുപാട് സമയം കരഞ്ഞു പറഞ്ഞു. റബ്ബ് ഒരു വേള നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു. നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾക്ക് ശമ്പളം കിട്ടി, നിങ്ങൾക്ക് പൈസ ഉണ്ടായി, നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും ആ സാമ്പത്തിക രംഗത്തുള്ള നിവർത്തിച്ചു കഴിഞ്ഞു. പിന്നെന്താ ഉണ്ടാകുക? പിന്നെ നമ്മൾ എന്താ പറയുക? പഠിച്ചോട് പ്രാവശ്യമൊക്കെ മറന്നു. പിന്നെന്താ നമ്മൾ പറയുക? നമ്മൾ പറയുക എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവ്, എൻ്റെ സ്റ്റാൻഡേർഡ്, എൻ്റെ വിദ്യാഭ്യാസം. അത് കണ്ടു എന്നതാ. അത് നമുക്ക് മുമ്പും ഉണ്ടായിരുന്നു. അത് കിട്ടാണ്ടെന്നിട്ട് ജോലി കിട്ടാണ്ട് തേരാപ്പാര നടന്നപ്പോൾ റബ്ബിനോട് നിരന്തരമായി ഇരു കൈകൾ നീട്ടി റബ്ബിനോട് ദുആ ചെയ്തു. വന്ന രോഗം മാറിക്കിട്ടാൻ വേണ്ടി, ക്യാൻസർ മാറിക്കിട്ടാൻ, കിഡ്നി നഷ്ടപ്പെട്ടപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റബ്ബിനോട് ദുആ ചെയ്തു. അവസാനം അള്ളാഹു കിഡ്നിയുടെ പവർ തിരിച്ചു നൽകിയപ്പോൾ ആ പ്രാർത്ഥനയും അനുഭവിച്ചതൊക്കെ വിട്ടു. പിന്നെ മനുഷ്യൻ വീണ്ടും അവൻ്റേതായ തമ്മാടുത്തതിലേക്ക് പോകും. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പം ഇതല്ല പറഞ്ഞെന്തുകൊണ്ടറിയോ? ഇത് നമ്മളിങ്ങനെ ആവാതിരിക്കാനാ. ഏത് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ചില ആൾക്കാരില്ലേ അങ്ങനെ മനുഷ്യന്മാരോട് അങ്ങനെ ബന്ധപ്പെടണമില്ലേ? എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കാണാൻ വരും അല്ലേ? ആവശ്യം കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കൂല ഇല്ലേ? അങ്ങനത്തെ ഇല്ലേ? ആവശ്യം ഉണ്ടെങ്കിൽ എന്തൊരു സലാമ അറിയാം. ആ സലാമിൻ്റെ തന്നെ ഒരു രൂപം ഉണ്ടല്ലോ, വല്ലാത്ത സലാമാണ് അല്ലേ? നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓൻ സലാം ചെല്ലുമ്പോൾ. ഓൻ സലാം ചെല്ലാൻ എനിക്കൊരു അള്ളാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ദ്വാരക്കാൻ വന്നതല്ല. ഓൻ എന്തോ പ്രശ്നമുണ്ട് അല്ലേ? ആ പ്രശ്നം പരിഹരിക്കാനാണ്. ആ പ്രശ്നം പരിഹരിച്ചു കൊടുത്തു കഴിഞ്ഞാലോ പിന്നെ ആ ഭാഗങ്ങളൊക്കെയുള്ളൂ, തിരിഞ്ഞു നോക്കൂല അല്ലേ? ഇത് തന്നെയല്ലേ മാതാപിതാക്കളോട് നമ്മൾ ചെയ്യുന്നത്? നമ്മളെ പോറ്റി വളർത്തി അവർ കയ്യോ കാലോ വളരേണ്ടത് നോക്കി അവർ ജീവിച്ചു. അവർ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചു. അവർ ഭക്ഷണം കഴിച്ചില്ല, അവർ ഉറങ്ങിയില്ല, അവർ വസ്ത്രം ധരിച്ചില്ല. അവരുടെ എല്ലാ സുഖവും നമുക്ക് വേണ്ടി വെടിഞ്ഞു. അങ്ങനെ നമ്മൾ ആളായി, നമ്മൾക്ക് മാത്രം ആളായി. നമ്മളെ കൂടെ കിടക്കാൻ ഒരാളെയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണം മാതാപിതാക്കളെ പോറ്റിയെ അല്ലേ? ആർക്കും വേണ്ട. ചിലപ്പോൾ ആ മാതാപിതാക്കളുടെ നേരം എന്ത് ചെയ്യും? കൈകൾ ഉയർത്തി സംസാരിക്കും അല്ലേ? ആ കൈ ഉയരൂലായിരുന്നു. ജനിച്ച അന്ന് നിന്റെ അവസ്ഥ എന്തായിരുന്നു? നിലത്ത് കിടന്ന് കാട്ടിക്കുന്നു, മൂത്രിക്കുന്നു, എടുത്തുകൊണ്ടുപോയി വൃത്തിയാക്കുന്നു. അങ്ങനെ നിന്നെ പോറ്റി വളർത്തി അവസാനം നിന്റെ കൈയും കാലും ഒക്കെ വളർന്ന് ആരോഗ്യവാനായി കഴിഞ്ഞപ്പോഴോ പിന്നെ നന്ദിയറ്റ പ്രവർത്തനം അല്ലേ? സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ? അപ്പം അത് അള്ളാഹിനോട് മാത്രമല്ല, പടപ്പിനോടും പടച്ചവനോടും നടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രതിസന്ധികളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുള്ള വേളകളിൽ റബ്ബ് നമ്മളുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ ആരോഗ്യാവസ്ഥയിൽ, നമ്മളുടെ സാമ്പത്തിക ഭദ്രതയുള്ള സമയത്ത് നമ്മൾ റബ്ബുമായി ബന്ധപ്പെടണം. താറഫ് ഇലല്ലാന്ന്, അള്ളാഹിനെ പരിചയപ്പെടണം. നമ്മൾ സാധാരണ വ്യക്തികളെ പരിചയപ്പെടാറുണ്ട്, അതുപോലല്ല അള്ളാഹിനെ പരിചയപ്പെടണം. എങ്കിലോ എപ്പോൾ ഫിർ റഹാവ് എന്താ? ആരോഗ്യവും സന്തോഷവും സുഖവും സമ്പത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് റബ്ബായിട്ട് ബന്ധപ്പെടണം. അങ്ങനെ ബന്ധപ്പെടാൻ കഴിയാനുള്ള മഹാഭാഗ്യം കേട്ടോ. എല്ലാവരും കഴിയില്ല. ഇപ്പം സമ്പത്തും മുക്കാലൊക്കെ ഉള്ള ആൾക്കാർ പള്ളിയിൽ കയറുന്നത് അത് ഓരോ തൗഫീക്കാണ്. മുക്കാൽ ഇല്ലാത്തവർ കയറുന്നതും വലിയ വ്യത്യാസമുണ്ട് അല്ലേ? മുക്കാലില്ലാത്തവർ പള്ളിയിൽ കയറുന്നതിനാ റബ്ബിനോട് പറയാനാ മുക്കാൽ ഉണ്ടാവാൻ അല്ലേ? 90% ഓൻ്റെ ദുരിതങ്ങളും കട്ടപ്പാടും ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയാണ് അള്ളാൻ്റെ അടുത്ത്. പടച്ചോനെ കട്ടപ്പെടുകയാണ്, പടച്ചോനെ ക്യാൻസറാണ്, നാളുകൾ എണ്ണിക്കഴിയുകയാണ്, പടച്ചോനെ എൻ്റെ രോഗം മാറ്റി തന്നെ, അള്ളാഹുവെ രോഗമെല്ലാം ഇറക്കി നീയല്ലേ, ഈ രോഗത്തിലുള്ള ശിഫ നീ നൽകണ റബ്ബെ, എനിക്ക് എൻ്റെ മക്കളില്ലാതെയാവും, പടച്ചവനെ എൻ്റെ കുടുംബമില്ലാതെയാവും, എൻ്റെ വീടില്ലാണ്ടാവും, എൻ്റെ സമ്പത്തില്ലാതെയാവും, പടച്ചവനെ എന്നെ നീ ഖബറിലേക്ക് കൊണ്ടുപോകല്ലേ എന്നിവൻ ദ്വാരക്കുക. ചിലപ്പോൾ അള്ളാഹു ഓൻ കുറച്ചുകൂടി സമയം നിശ്ചയിച്ച് ഇവിടെ കൊടുത്താൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ പറഞ്ഞൊക്കെ പോയി അല്ലേ? ഞാൻ എന്ത് ചെയ്തോളാം, പടച്ചോനെ അനക്ക് വേണ്ടി ജീവിച്ചോളാം, പിന്നെ ഒരു മാറ്റമില്ല അല്ലേ? മരണസമയത്ത് തന്നെ പറയില്ലേ? എങ്ങനെ ഇപ്പം നമ്മളോട് പറയാം, അല്ല പറയാം, അംഫിക്കൂ മിമ്മ റസഖ്നാക്കും മിൻ ഖബ്ലി അൻ യഅ്തിയ അഹദക്കും മൗത്ത്,
മരണത്തിന്റെ മുമ്പ് ചെലവഴിക്കാൻ പറഞ്ഞാൽ ചെലവഴിക്കൂല. ഒരു നയാപൈസ അള്ളാന്റെ മാർഗം കൊടുക്കൂല. നമ്മൾ നമ്മളെ കുട്ടികൾ, നമ്മളെ ജീവിതം, നമ്മളെ കുടുംബം, നമ്മളെ വീട്, നമ്മളെ കാറ്, നമ്മളെ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലേ. കഷ്ടപ്പെടുന്നവന്റെ ബുദ്ധിമുട്ടവന്റെ നേരെ നമ്മൾ കൈ നീട്ടൂല, ഒന്നും കൊടുക്കൂല. എന്നാലോ ഹത്തായിദാ ജാഹദഹുൽ മൗത്ത്, മരണം ആസന്നമായാലോ പടച്ചോനെ ഞാൻ കൊടുത്തോളാം, എന്ത് വേണം ചെയ്യാം, മരണത്തിന്റെ പിടുത്തത്തിൽ നിന്ന് വിട്ടാൽ മതി. അങ്ങനെ മരണത്തിന്റെ പിടുത്തമുണ്ടല്ലോ, എന്താ പിടുത്തം? കല്ലായിദാ ബലഗത്തി തറാഖിയ വഖീല മൻറാഖ്, തൊണ്ടക്കുയിലേക്ക് റൂഹെത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും താവുകയും പൊന്തുകയും ചെയ്യുന്ന സമയം റസൂൽ പറയില്ല, യുഗർഹിർ ഗർ എന്ന ശബ്ദം ഉണ്ടാവും ഇവിടുന്ന്, മരണത്തിന്റെ അവസാന വേള. ആ സമയത്ത് പറയും റബ്ബിനോട്, റബ്ബിർജൂനി, പടച്ചോനെ ദുനിയാവിലേക്ക് ഒരു സെക്കൻഡ് മടക്കി തന്നാൽ മതി, കൂടുതലും വേണ്ട. ഞാൻ ഇത്രയും കാലം ജീവിച്ച 10-60 വയസ്സൊന്നും വേണ്ട, 60 മിനിറ്റ് തന്നാൽ മതി, വേറൊന്നും വേണ്ട. റബ്ബിർജൂനി ലാലി അഅ്മലു സാലിഹൻ, എനിക്ക് കുറച്ച് സൽക്കർമ്മം ചെയ്യണം. ഫീമാ തറക്തു, 10-60 കൊല്ലം ജീവിച്ചിട്ട് ചെയ്യാതെ വിട്ടുപോയ സൽക്കർമ്മുണ്ട്, അതൊക്കെ ചെയ്യാനാ ഒരു 60 മിനിറ്റ് മതി. എന്നിട്ട് ഞാൻ സദക്ക കൊടുത്ത് ജീവിച്ചോളാം. വാക്കുബിന് സാലിഹീൻ, നല്ലവനായി ജീവിച്ചോളാം, ഒരു തെറ്റും എന്റെ ഭാഗത്തുണ്ടാവില്ല എന്ന് അള്ളാഹുവിനോട് മരണവേളയിൽ ഈ മരിക്കുന്ന വ്യക്തി അപേക്ഷിക്കും. റബ്ബിന്റെ മറുപടി എന്താ അറിയോ? ഇദാ ജാ അജലുഹ ലൻ യുഅഖർ, ഒരു സെക്കൻഡ് പോലും നീട്ടിത്തരില്ല. അപ്പാണ്ട് പിടിക്കും. അപ്പം ഉണ്ടാവും വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമൈദിൽ മസാഖ്, ചെറുവിരല്, കാലിന്റെ ചെറുവിരൽ മുതൽ തലയുടെ ഉച്ചി വരെയുള്ള ഭാഗങ്ങളിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ ഊർന്നിറങ്ങും. എന്നിട്ടോ റൂഹിനെ പിടിച്ചു കൊണ്ടുവരും. രണ്ടുപേരും പിടുത്തുണ്ട്. ഒന്നല്ല പറഞ്ഞെന്താ, ഒന്നാസിയാത്തി ഓർക്കൻ, ശരീരം ആസകലം മുങ്ങിത്തപ്പിയിട്ട് റൂഹിനെടുക്കും. അവർ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ, ചെറുതല്ല. അപ്പോ അള്ളാഹു മരണത്തിന്റെ സമയത്ത് പോലും നമുക്ക് സന്തോഷവും കൂടെ റബ്ബുണ്ടാവും. എങ്ങനെ വേണം? നിങ്ങൾ മരിക്കുമ്പോഴും കൂടെ റബ്ബുണ്ടാവും. എങ്ങനെ വേണം? അള്ളാഹ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഹീനൈദിൻ അൻതും തൻദുറൂൻ, നിങ്ങളെല്ലാം നോക്കി നിൽക്കുക, അപ്പോഴും റബ്ബ് കൂടെ ഉണ്ടാവും മരണത്തിന്റെ വേളയിൽ. കേട്ടോ, വല്ലാത്ത അവസ്ഥയാണ്. കാലും തമ്മിൽ പിണക്കും മരണത്തിന്റെ അവസാന വേളയിൽ. കൈ ഇങ്ങനെ പിടിച്ചിട്ട് പിടിച്ചു വിടും. കാരണം അത് അവസാനത്തെ സമയമാണ്. ശരീരത്തിന്റെ ഉള്ളിൽ ഈ വിരലുകൾക്കൂടെയൊക്കെ മലക്കുൽ മൗത്ത് കയറി ഇറങ്ങാണ്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണത് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ, മരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. കഴിച്ചിലാണെങ്കിൽ കുറച്ച് പണിയുണ്ട്, അത് വലിയൊരു പരീക്ഷ. അപ്പം അത് എഴുതി കഴിഞ്ഞ് പോകണം അല്ലേ. അപ്പം അതിനൊക്കെ എന്ത് വേണം? ആരോഗ്യമുള്ള സമയത്ത്, സമ്പത്തുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്തും സൗന്ദര്യമുള്ള സമയത്തും എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ റബ്ബുമായുള്ള ബന്ധം വിച്ഛേദിക്കാതിരിക്കുക. അത് ചിലപ്പോൾ എല്ലാവരും കഴിയൂല. അതൊരു മഹാഭാഗ്യ. അത് നല്ല ഭാഗ്യമുള്ള എത്രയോ ആൾക്കാരുണ്ട്. നല്ല ചെറുപ്പക്കാരെ കണ്ടില്ല നിങ്ങൾ? എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും, എന്ത് ഇതുണ്ടെങ്കിലും, എത്ര പൈസ കൈ കിട്ടിയാലും ഒരു തമ്മാടുത്തും ചെയ്യാൻ പോകില്ല. ഓല അള്ളാന്റെ കൂടെ ഉണ്ടാവും. ഓൽക്ക് അള്ളാഹു പ്രതിസന്ധികളിൽ കൂടെ റബ്ബുണ്ടാവും. നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും അല്ലേ. അള്ളാഹ് എന്താ പറഞ്ഞത്? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ അല്ലേ, പറഞ്ഞില്ലേ? വമൻ യത്തഖില്ല, അള്ളാഹിനെ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിച്ചാൽ യജ്അൽ ലഹു മഖ്റജ, കുടുംബം പുറത്തു പോരാനുള്ള വഴി അള്ളാഹ് ഉണ്ടാക്കും. അങ്ങനെ നിങ്ങൾ കുടുങ്ങിയുണ്ടാവും. പടച്ചോനെ യാതൊരു വഴിയില്ലല്ലോ, ഇനി രക്ഷപ്പെടാൻ മാർഗമില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് അള്ളാന്റെ മഖ്റജ്, പുറത്തു വരാനുള്ള വഴി അള്ളാഹ് ഉണ്ടാക്കും. നിങ്ങൾ എത്രയോ പ്രാവശ്യം അനുഭവിച്ചില്ലേ? അങ്ങനെ ചിലരൊക്കെ പറയാറില്ലേ, ഞാൻ എത്രയോ പ്രാവശ്യം പടച്ചോനെ മരിച്ചു എന്ന് വിചാരിച്ചതാ, രക്ഷപ്പെട്ടു. അത് അള്ളാഹുവിൻ്റെ അവസരം തരാണ്. മരണത്തിന് മുന്നിലെത്തിയ ആൾക്കാരുണ്ട്, അവരൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ നോക്കൂ, മരണത്തിന്റെ മുമ്പിലെത്തിയ ഒരു വല്ലാത്തൊരു വ്യക്തിയുണ്ട് ഖുർആൻ പരിചയപ്പെടുന്നത്. അതാരാ അറിയോ? അത് ഫിറോനാണ്. ആ ഫിറോൻ അള്ളാഹു പരിചയപ്പെടുത്തിയ അറിയാം നിങ്ങൾ? ഫിറോൻ മരിക്കുന്ന സമയത്ത് അള്ളാഹിനോട് പറഞ്ഞത്, പടച്ചോനെ ഞാൻ നന്നായിക്കോളാം, ഞാൻ നന്നായിക്കണം. അതെപ്പോഴാ പറഞ്ഞറിയോ? ഖുർആൻ പറയാണ്, സൂറത്ത് യൂനുസിൽ അള്ളാഹ് പറയാം, ഹത്താ ഇദാ അദ്റകഹുൽ ഖറഖ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തപ്പോൾ മൂസാ നബിയെയും മൂസാ നബിന്റെ അനുയായികളെയും പരമാവധി ബനി ഇസ്രായേലും പരമാവധി കൊന്നു തീർത്ത ഫിറോൻ, ഞാനാണ് റബ്ബെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട്, വേറെ ലോകത്തിന് ഇലാഹില്ല, ഞാനാണ് ഇലാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് നടന്നത്. അവസാനം അള്ളാഹു അവനെ ചെങ്കടലിൽ മുക്കിക്കൊല്ലുന്ന രംഗല്ല പറയാണ്. ഹത്താ ഇദാ അദ്റകഹുൽ ഖറഖ്, അങ്ങനെ അവന് മുങ്ങിത്താവുമ്പോൾ കാല ഫിറോൻ പറഞ്ഞു, ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു പടച്ചോനെ. ഏതല്ലാല് അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത്ത് ബിഹി ബനൂ ഇസ്രായേൽ,
ബനു ഇസ്രായേൽ സന്തതികൾ മൂസാ നബി പരിചയപ്പെടുത്തിയ ഇസ്രായേലിൽ വിശ്വസിച്ച ആ അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആരാ പറഞ്ഞത്? ഫിറോൻ. എപ്പോ മുങ്ങിത്താവുകയാണ്. അള്ളാഹു ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയാണ്. ആ സമയത്താണ് അള്ളാഹിനോട് പറയുന്നത് പടച്ചോനെ വിശ്വസിച്ചു. ഈ ഇത്തരം ഫിറോവിന്റെ സ്വഭാവമുള്ള ആൾക്കാർ നമ്മളുണ്ടാവില്ലേ? ആപത്തും പ്രയാസമൊക്കെ വരുമ്പോൾ അള്ളാന്റെ മുമ്പിൽ വിനയാന്വിതനായി പരമാവധി എത്ര വേണേലും താവാൻ തയ്യാറാവൂല്ലേ? അത് താന്നോന്റെ കാര്യ പറഞ്ഞു തരുന്നത്. അപ്പൊ അള്ള ചോദിക്കാം, അൽ ആൻ ഇപ്പോഴാണോ വഖദ് അസൈത ഖബൽ, ഇത്രയും കാലം നീ അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ച് നിന്റെ സുഖവും സന്തോഷവും അനുഭവിച്ച് രാജ്യത്ത് കുഴപ്പമുണ്ടാക്കി ജീവിച്ചവനല്ലേ? ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? വകുൻത മിനൽ മുഫ്സിദീൻ, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവനല്ലേ നീ? ഇപ്പോഴാണോ വിശ്വസിക്കുന്നത്? അല്ലാതെ ചോദ്യം. എന്നിട്ട് അതാ പറഞ്ഞിട്ടറിയോ? അവസാനം അവനോട് പറയാം, ഫൽയൗമ നുനജ്ജീക ബിബദനിക്, നാം ഇന്ന് നിന്റെ ശരീരം നശിപ്പിക്കൂല. ജി വെള്ളത്തിൽ മരിച്ചാലും ജി മരിക്കൂല, അന്റെ ശരീരം ദ്രവിച്ചു പോവില്ല. ഇത് അന്റെ ശരീരം ഇവിടെ ഉണ്ടാവും. ഇങ്ങനൊരു വ്യക്തി ഇവിടെ ജീവിച്ചിരുന്നു ജനങ്ങൾ അറിയണം. ഇത് അള്ളാന്റെ പ്രവാചകനെ ദ്രോഹിച്ച, ഇസ്രായേലിനെ കൊന്നു തീർത്ത ബില്യൺ കണക്കിന് ആളുകളെയാണ് ഇസ്രായേലിൽ നിന്ന് കൊന്നത്. എങ്ങനെ? ആൺകുട്ടികളെ കിട്ടിയ അപ്പ തല അടിച്ച് നിലത്ത് പാറക്കല്ലിന് മുകളിൽ അടിച്ചിട്ട് നൈൽ നദിയിൽ തൂങ്ങിക്കിടക്കുന്ന ഇല്ലിമുളകളിലേക്ക് വലിച്ചെറിയും. ചരിത്രകാരന്മാർ പറയുന്നു ലക്ഷക്കണക്കിന് ചെറിയ പൈതങ്ങളുടെ ബോഡി തൂങ്ങിക്കിടന്നിരുന്നു. അങ്ങനെയായിരുന്നു. അവനാണ് എന്ത് ചെയ്യുന്നത്? മരണത്തിന്റെ അവസാന വേളയിൽ ഞാൻ വിശ്വസിച്ചു പഠിച്ചോനെ. അള്ളാന്റെ മറുപടിയോ, ഇപ്പോഴാണ് വിശ്വസിക്കുന്നത്? ഇത്രയും കാലം അള്ളാഹിനെതിൽ തോന്നിവാസം മുഴുവൻ ചെയ്തിട്ട് ആരോഗ്യമുള്ള കാലം മുഴുവൻ നശിപ്പിച്ചിട്ട് ഇപ്പോഴാണ് വിശ്വസിക്കുന്നത് എന്നിട്ട് അള്ളാഹ് പറയാം, ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, ഇനി വരുന്ന തലമുറക്ക് നീ ഒരു ദൃഷ്ടാന്തമാവണം. അതിനുവേണ്ടി നിന്റെ ശരീരം നശിപ്പിക്കാതെ അവിടെ വെക്കും. കൈറോ യൂണിവേഴ്സിറ്റിയിൽ അവന്റെ ബോഡി ഉണ്ട്. ഓൻ ഭൂമിക്ക് ദ്രവിച്ചു തീർന്നില്ല. ആര്? ഈ ഫിറോൻ. അതല്ല പറയാ. എന്നിട്ടോ എന്നാലോ വൈന്ന കസീറൻ മിനൻ നാസി അൻ ആയാത്തിനാ ലഗാഫിലൂൻ, നമ്മൾ ഈ ഭൂരിപക്ഷം മനുഷ്യന്മാരും അള്ളാഹുവിന്റെ ഇത്തരം ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുകയോ അതിൽ നിന്ന് പാഠം ഉൾക്കുകയോ ചെയ്യൂല. ലോകത്തൊരുപാട് ആളുകൾ ഇതിന് കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന ചുരുക്കത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ പഠിക്കുക കേട്ടോ. അതുപോലെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചൊരു കാര്യങ്ങളും നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താം. അതായത് ജനങ്ങൾ മിക്കവാറും ആളുകൾ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ, ആരോഗ്യമുള്ള കാലം തോന്നിയതുപോലെ ജീവിക്കും, പൈസ ഉള്ള കാലം അള്ളാഹ്ക്ക് വിധേയമാവില്ല അല്ലേ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ യാത്ര ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്ക് ഒരു കനപ്പെട്ട നിർദ്ദേശം കൊടുക്കും. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിന്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ നബി അന്ന് ചെറിയ കുട്ടിയായി ഇബ്നു അബ്ബാസ്. അപ്പം നബി വിളിച്ചു, യാ ഗുലാം, പൊന്നു മോനെ, ഇന്നി യുഅല്ലിമുക കലിമാത്ത്, ഞാൻ ചില പദങ്ങൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം, ചില ആശയങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. യഹ്ഫദുക, അള്ളാഹുവിന്റെ സംരക്ഷണം എനിക്കുണ്ടാവും എപ്പോഴും. നീ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ റബ്ബിന്റെ സംരക്ഷണം എനിക്കുണ്ടാവും. നല്ല ഉപദേശമല്ലേ? നമ്മളെ കാറിൽ അല്ലെ നമ്മളെ വാഹനത്തിലെ വേറെ ആൾ കയറി നമ്മളെന്താ പറയുക, കച്ചവടം തുടങ്ങി അല്ലേ? എങ്ങനെയുണ്ട് ഇപ്പോൾ കച്ചവടം? സാറല്ലേ? ആരോഗ്യമുണ്ട് അല്ലേ? ആരെയും പറയോ ഇങ്ങനത്തെ ഒരു ഉപദേശം? നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണം, എങ്കിൽ അള്ളാഹിന്റെ സംരക്ഷണം സദാസമയവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. തീർന്നില്ല. ഇഹ്ഫദില്ല, ആഹ്ലാദ ജീവിതത്തിൽ റബ്ബിനെ സൂക്ഷിക്കണം. തജിദുഹു തുജാഹക്, ഇബ്നു അബ്ബാസെ, നിന്റെ പ്രയാസവേളകളിൽ നിനക്ക് നിന്റെ റബ്ബിനെ കാണാൻ കഴിയും. ഇഹ്ഫദില്ല തജിദുഹു അമാമക്, നീ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നിന്റെ കൺമുമ്പിൽ അള്ളാഹിനെ കാണും. നീ നിന്റെ കൺമുമ്പിൽ അള്ളാഹിനെ കാണേണ്ട സമയം ഉണ്ടാവും. ഏത്? പല പ്രയാസങ്ങളും ദുരിതങ്ങളും കട്ടപ്പാടുകളും ജീവിതത്തിന്റെ നെരിപ്പോടുകൾ നമ്മളെ കടന്നാക്രമിക്കുമ്പോൾ നിന്റെ മുമ്പിൽ അള്ളാഹ് ഉണ്ടാവും. അതിനാണ് സൂക്ഷ്മത. ജീവിതത്തിൽ വഴിവിട്ട യാത്ര ചെയ്യാതിരിക്കുന്നതിനാ? നമുക്ക് എങ്ങനെയാണ് ജീവിക്കുക അല്ലേ? ഇവിടെ ആരും ചോദ്യം ചെയ്യാനില്ല. പക്ഷെ നമ്മൾ സ്വയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. എന്തിനാ? തജിദുഹു അമാമക്, നിന്റെ പ്രയാസവേളയിൽ നിന്റെ കൺമുമ്പിൽ നിനക്ക് റബ്ബിനെ കാണാം. താറഫിലല്ലാഹ് ഫിറഹ, നിന്റെ ആരോഗ്യവും സമ്പത്തും സൗകര്യങ്ങളുമുള്ള സമയത്ത് നീ അള്ളാഹിനെ പരിചയപ്പെട്ട് ജീവിച്ചോ,
യൈരിഫ് കഫീഷിദ്ദ, കഷ്ടപ്പെടുന്ന കാലത്ത് അവൻ കൂടെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് റബ്ബിലേക്ക് അടുത്ത് ജീവിക്കുക, നന്ദി ഉള്ളവരായി ജീവിക്കുക. മരണപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരായി ഭൂമുഖത്തുനിന്ന് മരിച്ചു പിരിയാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അതിനുള്ള അനുഗ്രഹവും തൗഫീഖും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസീകും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രയാസങ്ങൾ നൽകിയ ഒരു പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. 18 വർഷക്കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല മാരകമായ രോഗമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനായ അയ്യൂബ് നബിക്ക് നൽകിയത്. 18 വർഷം, 18 ദിവസമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 18 വർഷം നമ്മളൊക്കെ ഒരു ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ചെയ്തങ്ങ് ഉണ്ടാവും. അയ്യൂബ് നബി അലി അത് മാത്രമല്ല, ദുർഗന്ധം വമിക്കുന്ന രോഗമായിരുന്നു കൊടുത്തതല്ല. എന്നിട്ടും അദ്ദേഹം അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർർ വഅൻത അർഹമുർ റാഹിമീൻ. സൂറത്തുൽ അംബിയായിൽ ഖുർആൻ ആ ചരിത്രം വിവരിക്കുകയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അയ്യൂബ ഇദ് നാദാ റബ്ബഹു, അയ്യൂബ് നബി തന്റെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. എന്താ വിളിച്ചു പ്രാർത്ഥിച്ചത്? രോഗത്തെ പറ്റിയല്ല പറഞ്ഞത്. അന്നീ മസ്സനിയൽ ദുർർ, പടച്ചോനെ ഞാൻ ദുരിതം അനുഭവിക്കുകയാണ്. വഅൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനല്ലേ. നമ്മളൊരു 10-12 കൊല്ലം ഒരു രോഗിയായി കിടന്നാൽ നമ്മൾ അള്ളാഹിനത് പറയോ? അള്ളാഹു കാരുണ്യവാനാണ്. എന്തെങ്കിലും ചെറിയ അസുഖം വരും, അതേ പ്രയാസം വരും, എന്തല്ല എവിടുത്തല്ല അല്ലേ? അള്ളാഹിന് അപ്പം ചോദിച്ചില്ലേ? ഇവിടെ എന്താ പറഞ്ഞത്? വഅൻത അർഹമുർ റാഹിമീൻ. കുടുംബം ഇഞ്ഞു പോയി, ഭാര്യ പോയി, മക്കൾ പോയി, ദുർഗന്ധം വമിക്കുന്ന ശരീരം ആരടുക്കും? അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അള്ളാഹുവിന് വെറുപ്പുണ്ടായിട്ടാണ് അയ്യൂബ് നബിയെ പരീക്ഷിച്ചതല്ല. അയ്യൂബ് നബിയെ പരീക്ഷിച്ചത് അള്ളാഹു നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ പറയാറില്ലേ, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ഫലമാണ്. ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ. ചിലപ്പോൾ ആവാം, അത് നമുക്കറിയാൻ കഴിയുമല്ലോ. നമ്മൾ എന്തൊക്കെയോ ചെയ്തതിന്റെ ഫലമാണ് അള്ളാഹ് നമ്മളെ സൃഷ്ടിക്കുന്നത് അല്ലേ? നമ്മളെ നേരെ അള്ളാഹു നടത്തുന്ന. അതുകൊണ്ടല്ലേ ഞാൻ ഖുത്ബയുടെ ആരംഭത്തിൽ പറഞ്ഞു, നമ്മളെ തേടി വരുന്ന എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാട്ടെ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 18 വർഷത്തോളം ദുരിതം അനുഭവിച്ചു. കുടുംബവും ഭാര്യയും മക്കളൊക്കെ വിട്ടേച്ചു പോയി. ദുർഗന്ധം വമിക്കുന്ന ശരീരം. അവസാനം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ അന്നീ മസ്സനിയൽ ദുർർ, പടച്ചോനെ ദാ വല്ലാത്തൊരു ദുരിതമാണ് ഞാൻ അനുഭവിക്കുന്നത്. വഅൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ കരുണ ചെയ്യുന്നവനല്ലയോ? ഉത്തരം കൊടുത്തു അല്ല. ഫസ്തജബ്ന, നാം ഉത്തരം നൽകി ലഹു, അദ്ദേഹത്തിന്. ഫകശഫ്ന മാ ബിഹി മിൻ ദുർർ, അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി കൊടുത്തു. വആതൈനാഹു അഹ്ലഹു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ, ഭാര്യയെയും മക്കളെയും അല്ലാഹു തിരിച്ചു നൽകി. എന്നിട്ടല്ല പറയാം, ഓ മിസ്ലഹും ആകും, അതോടൊപ്പം തന്നെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട അത്ര തന്നെ സമ്പത്തും അല്ലാഹു തിരിച്ചു കൊടുത്തു. എന്നിട്ടല്ല പറയാം, മിൻ ഇന്ദിന വദിക്റാ ലിൽ ആബിദീൻ. ഇത് അയ്യൂബ് നബിക്ക് മാത്രം കൊടുക്കുന്നതല്ല, ഈ നിലക്ക് ജീവിക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും അള്ളാഹു തിരിച്ചു നൽകും. വദിക്റാ ലിൽ ആബിദീൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ലവരായ ദാസന്മാർക്കുള്ള ഒരു ഉത്ബോധന. അത് ഏത്? കഷ്ടപ്പെട്ട് എത്ര ബുദ്ധിമുട്ടിയാലും ഒരിക്കലും ബേജാറാവണ്ട. എന്തെല്ലാം പ്രയാസങ്ങൾ തന്നുകൊണ്ട് നമ്മൾ അള്ളാഹു പരീക്ഷിച്ചാലും, എല്ലാ അനുഗ്രഹങ്ങളും എടുത്തു കളഞ്ഞാലും അള്ളാഹിനോട് ദ്വാരക്കണം അല്ലേ? റസൂൽ എന്താ പറഞ്ഞത്? ഇപ്പോഴുള്ള ആരോഗ്യം അള്ളാഹു എടുത്തു കളഞ്ഞാൽ, ഇപ്പോഴത്തെ സമ്പത്ത് എടുത്തു കളഞ്ഞാൽ, മക്കളും ഭാര്യയും ഒക്കെ നമ്മളെ കൈയൊഴിഞ്ഞാൽ അല്ലേ, 5 ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താ അറിയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. ഇതിൽ നിന്ന് മിൻ സവാലി നിഅമതിക, നീ എനിക്ക് ഇപ്പൊ തന്നിരിക്കുന്ന അനുഗ്രഹം നീ പോകുന്നതിന്. ഇപ്പൊ തന്ന അനുഗ്രഹം ഏതാ? നിങ്ങൾ ആരോഗ്യം. ഏറ്റവും വലിയ എന്താ സൗഭാഗ്യ ആരോഗ്യമല്ലേ? പിന്നല്ലേ സമ്പത്തൊക്കെ. സമ്പത്തൊക്കെ അതിന് ശേഷം ആദ്യം ആരോഗ്യ. പടച്ചോനെ നീക്കല്ല. 5 തേർക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക അല്ലേ?
അതോടൊപ്പം അള്ളാഹിനോട് പറഞ്ഞ എന്താ, തഹവ്വുലി ആഫിയത്തിക്ക, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് മാറ്റം സംഭവിക്കുക. എപ്പം നമുക്ക് ബുദ്ധിയുണ്ട്, അതിന് മാറ്റം സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാകുക? ബുദ്ധി പോവും. ഇപ്പൊ ഭ്രാന്തനായ ആർക്ക് വേണം? ഉമ്മാക്ക് വേണോ? ഭാര്യക്ക് വേണോ? ആർക്ക് വേണ്ട? നാട്ടിലുള്ള എല്ലാവരും എന്ത് ചെയ്യും? തട്ടും. അല്ലേ? അല്ലാ ഭ്രാന്തനാട്ടോ. അല്ലേ? അപ്പൊ നമ്മൾ ദ്വാരക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക. അല്ലേ? പിന്നെ വ ഫുജാഅത്തി നിഖ്മതിക, പടച്ചോനെ ആകസ്മികമായി ഉണ്ടാകുന്ന ആക്സിഡന്റ്, അപകടം, ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. എന്താ ആകസ്മികമായി ഉണ്ടാവുമ്പോൾ അപകടം ഉണ്ടാവുമ്പോൾ എന്താ? നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാൻ നടപടിയായിട്ട് ഭരിക്കാൻ വരെ കഴിയില്ല അല്പം. അല്ലേ? അപ്പൊ ഫുജാഅത്തി നിഖ്മതിക, ആകസ്മികമായി ഉണ്ടാകുന്ന ശിക്ഷ. ജമീ ശക്തി, പടച്ചോനെ നിന്റെ മുഴുവൻ കോപത്തിൽ നിന്നും. അപ്പൊ 5 നേരവും ദ്വാരക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. എന്താ വരുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅത്തി നിഖ്മതിക വ ജമീ ശക്തിക. ഇത്രയുള്ളൂ. 5 നേരം ദ്വാരക്കണം കേട്ടോ. പടച്ചോനോട് ഈ കാര്യങ്ങളെല്ലാം, പടച്ചോനെ ഞാൻ നിന്നോട് അഭയം തേടുക, ഇതിൽ നിന്ന് എന്റെ ഇപ്പോഴുള്ള അനുഗ്രഹത്തിന് മാറ്റം വരിക, ഇപ്പോഴുള്ള അനുഗ്രഹം നീക്കിക്കളിയ. ഇപ്പോഴുള്ള കച്ചവടമൊക്കെ പോയാൽ ആര് വിലക്കും? പട്ടി പോലും തിരിഞ്ഞു നോക്കൂല. അല്ലേ? ഇപ്പൊ എല്ലാവരും അസ്സലാമു അലൈക്കും എന്നാണ് പീടിയൊക്കെ കയറി വരും. പീടിയൊക്കെ പോയി പറഞ്ഞാലോ വല്ലാണ്ട് സലാം ചെല്ലാൻ ആളുണ്ടാവില്ല. അല്ലേ? ആരുണ്ടാവുള്ളൂ? അപ്പോഴും ഈമാനുള്ളവരുണ്ടാവും, ഇസ്ലാമുള്ളവരുണ്ടാവും. ഇസ്ലാം ഇല്ലാത്തവരൊക്കെ പോലേക്ക് പോകും. അല്ലേ? ഗൾഫിൽ തന്നെ വരുന്ന ആൾക്കാരാണ്. ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരോട് ആദ്യം ചോദിക്കേണ്ട നിങ്ങൾ എപ്പോഴാണ് പോവുക എന്നാണ്. പോണില്ല എന്ന് പറഞ്ഞാൽ അവനോട് സലാം ചെല്ലുന്ന നിർത്തി മതി വിട്ടാൾ. ഓൻ പോയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, ഒരു തീപ്പെട്ടിക്കോല കൊണ്ടുള്ള കാര്യങ്ങളും ഉണ്ടാവില്ല. എന്നാലും ഓൻ പോണില്ല നമുക്ക് ദുഃഖ ഇവിടെ ഉണ്ടാവില്ലേ? എന്നാ പിന്നെ വിട്ടോളി വണ്ടി. നിങ്ങൾ ഗൾഫിലറിയാലോ, നമ്പർ നോക്കട്ടെ. എന്തിനാ? അവിടെ ഞാൻ വരുമ്പോൾ നമുക്ക് വിളിക്കാം. അല്ലേ? ഇതൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ അറിയോ? 2 തരത്തിലുള്ള കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അപകടമുള്ള സമയത്ത് അവസാന നിമിഷം അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിച്ച ഫിറോൻ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ച് അള്ളാഹു അവസാനം എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുത്ത് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബിയിൽ. ഇനിയൊരു പ്രവാചകനും കൂടി അള്ളാഹ് പരിചയപ്പെടുത്തുക. അതാരോ? യൂനുസ് ഇബ്നു മത്ത. കേട്ടില്ലേ? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നീനുവ എന്ന പ്രദേശത്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രബോധനം. അദ്ദേഹം ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചിട്ട് ആളുകൾ വരാതായപ്പം, ആളുകൾ കിട്ടാതായപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ പ്രയാസമായി. ആ പ്രയാസത്താൽ അദ്ദേഹം നാടുവിടാൻ തീരുമാനിച്ചിട്ട് അദ്ദേഹം ആ നാട്ടിൽ നിന്ന് പോയി. അങ്ങനെ പോയപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ഉണ്ടായത് കാര്യങ്ങൾ? അപ്പം അദ്ദേഹം ഒരു കപ്പലിൽ കയറിയപ്പം കപ്പലിൽ അള്ളാഹു അപ്പം കൊടുത്ത ഇത് നോക്കണം നിങ്ങൾ. അപ്പം അള്ളാഹു എന്താ കൊടുത്തത് അറിയോ? കപ്പലിൽ ഒരാളുടെ വെയിറ്റ് അധികമാണ്, കപ്പലിപ്പോൾ താവും. അപ്പം ആരെങ്കിലും പറയൂ ഞാൻ ചാടിക്കോളെ കടലിലേക്ക്? ഇല്ല. അപ്പം ആ കപ്പലുണ്ടായിരുന്ന ആളുകളുടെ പേര് എഴുതിയിട്ട് നറുക്കിട്ടപ്പം കിട്ടിയത് നമ്മുടെ യൂനുസ് നബിനെ. അപ്പോൾ എടുത്ത് പുറത്തേക്ക് ഇടുക. ആ സമയത്ത് അദ്ദേഹം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. വല്ലാത്ത പ്രാർത്ഥനയാണ്. എന്താ? പടച്ചോനെ ഫനാദാ ഫിൽ ലുലുമാത്തിൽ കൂരിട്ടിൽ, കടലിന്റെ കൂടിയിട്ട് അതിന്റെ കൂടെ ഇദ്ദേഹത്തെ കപ്പൽ വെള്ളത്തിലേക്ക് ഇട്ട ഉടനെ ഭീമാകാരനായ ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തിന്റെ വയറ്റിലാണ് ആരുള്ളത്? യൂനുസ് നബി, അള്ളാന്റെ പ്രവാചകനാണ്. അപ്പൊ അദ്ദേഹം വനാദാ ഫിൽ ലുലുമാത്തി, ആ അന്ധകാരത്തിൽ. ഏതിന്റെ അന്ധകാരം? ഒന്ന് കടലിന്റെ അടിയിലേക്ക് ഭയങ്കര കൂരിയിട്ടാ മത്സ്യത്തിന്റെ വായോലും. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പടച്ചോനെ ഞാൻ അക്രമിയാണ്, നീ അല്ലാതെ ആരാധ്യമില്ല, ഞാൻ ചെയ്തത് തെറ്റാണ്. എന്താ ചെയ്ത് തെറ്റ്? പ്രബോധനത്തിൽ ഏൽപ്പിച്ച സ്ഥലത്തുനിന്നും അവിടെ ആളുകൾ നന്നാകാതെ വന്നപ്പം തൽക്കാലം അവിടെ എന്ത് ചെയ്യുക? വേറെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അല്ലേ? അല്ലാണ്ട് വേറെ തെറ്റ് ചെയ്തില്ല. പക്ഷെ അള്ളാഹു കൊടുത്ത ശിക്ഷയോ? എന്നിട്ടോ അള്ളാഹു രക്ഷപ്പെടുത്തി. അല്ല പറയാ ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. വനജ്ജയ്നാഹു മിനൽ ഗം, ആ സങ്കടത്തിൽ നിന്ന് അള്ളാഹു നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരം തന്നെ
കൽബിൽ ഈമാനുള്ള മൂമിനീങ്ങളെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു രക്ഷപ്പെടുത്തും. അങ്ങനെ ഇത് ആർക്ക് മാത്രമുള്ളതല്ല, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യൂനുസ് നബിക്ക് മാത്രമുള്ളതല്ല, ലോകത്ത് വന്ന ജനിച്ചു വീഴുന്ന അള്ളാഹുമായി ബന്ധമുള്ള മൂമിനീങ്ങൾ ഇതുപോലുള്ള പ്രയാസങ്ങളൊക്കെ പെട്ടാൽ അള്ളാഹു രക്ഷപ്പെടുത്തും. അപ്പൊ അതിനെന്ത് വേണം? നല്ല കാലത്ത് അള്ളാഹുമായി അടുക്കുക, ആരോഗ്യം അള്ളാഹുവിന് കൊടുക്കുക. അപ്പം വാർദ്ധക്യവേളകളിൽ ആരോ ഒഴിവാക്കിയാലും അള്ളാഹു ഉണ്ടാവും കൂടെ. ആരോ ഒഴിവാക്കിയാലും എത്രയോ പ്രായം ചെന്ന ആളുകൾ മക്കൾ നോക്കാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അള്ളാഹു റസൂലിന്റെ പ്രാർത്ഥിച്ചത് അള്ളാഹു മിന്നി ഔദുബിക മിൻ അന്നറുദ്ദ ഇല അർദലിലുണ്ട് അല്ലെ? പ്രായത്തിന്റെ ആധിക്യത്തിലേക്ക് എന്താണ് പറയുന്നതെന്നോ എന്താണ് ആളുകൾ പറയുന്നതെന്നോ ഓന്റെ ആവിഷ്കാരങ്ങൾ എന്താണെന്നോ അറിയാത്ത കാലം, കിടന്നൂർത്തുനിന്ന് കാട്ടിക്കുക, കിടന്നൂർത്തുനിന്ന് മൂത്രിക്കുക, അങ്ങനെയുള്ള പ്രായം പഠിച്ചോനെ എനിക്ക് ഇനി നൽകല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്ത് പഠിച്ചോനെ എല്ലാവർക്കും ബാധ്യതയാകുന്ന മക്കൾ വെറുക്കുന്ന ഭാര്യ വെറുക്കുന്ന രോഗങ്ങളൊന്നും തരില്ല പഠിച്ചോനെ. എല്ലാവരും വെറുക്കും, ഏത് പ്രിയപ്പെട്ടവനും വെറുക്കൂലേ? അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം. എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചത്? ഒന്ന്, പഠിച്ചോനെ എനിക്ക് നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നീക്കരുത്, എന്റെ അനുഗ്രഹത്തിന് മാറ്റം വരരുത്. ഇപ്പോഴുള്ള അനുഗ്രഹം ബുദ്ധിയുണ്ട് അല്ലെ, അതിന് മാറ്റം വന്നാൽ ഭ്രാന്തായി അല്ലെ. അപ്പൊ അതൊക്കെ എപ്പോഴും ചിന്തയോടുകൂടി ഇതായിരിക്കണം. അതുപോലെ തന്നെ ആകസ്മികമായി ഉണ്ടാകുന്ന അപകടം, അള്ളാഹുവേ നിന്റെ മുഴുവൻ കോപങ്ങൾക്കും വിധേയനാകാൻ നീ എന്നെ കൂട്ടല്ല പഠിച്ചോനെ. അതുപോലെ പ്രായം അങ്ങേയറ്റത്തെ പ്രായം തന്ന് പഠിച്ചോനെ എല്ലാവരും വെറുക്കുന്ന രൂപത്തിലാവല്ലേ പഠിച്ചോനെ എന്റെ അവസാനം. യാത്രക്ക് പോണ്ടേ? പോക്ക് നിർബന്ധല്ലേ? ഏത് ആരോഗ്യവാനും പോകണം, ഏത് വയസ്സായാലും പോകണം, രണ്ടാളും പോണ്ടേ? പോണതിന്റെ മുമ്പ് എപ്പോഴും പ്രാർത്ഥിക്കുക നിരന്തരമായി. റബ്ബുമായുള്ള ദിക്ർ ഉണ്ടാവണം നാവിൽ, എപ്പോഴും അതിലൊരു നനവിട്ടാവണം. അതല്ല നമ്മൾ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് വേണ്ടാത്ത വർത്തമാനങ്ങളൊന്നുമില്ലല്ലോ, മറ്റുള്ളവരെ പറ്റി കുറ്റം പറയലോ അതൊന്നും നമുക്കില്ല. നമ്മളെപ്പോഴും അള്ളാഹിനെ പറ്റിയുള്ള ദിക്റാണ്ടാവുണ്ട്. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് സദാസമയവും അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവും കേട്ടോ. അങ്ങനെ അള്ളാഹുവിന്റെ സംരക്ഷണം 100% ലഭ്യമാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അയ്യൂബ് നബിക്കും യൂനുസ് നബിക്കും അള്ളാഹു പരീക്ഷണം കൊടുക്കുകയും അതിനെല്ലാം മോചനം നൽകുകയും ചെയ്തുകൊണ്ട് അനുഗ്രഹീതമായ ജീവിതം നൽകിയ, അതുപോലെ തന്നെ അള്ളാഹു പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ നമ്മളെ വരിഞ്ഞു മുറുക്കുമ്പോൾ അള്ളാഹുലേക്ക് അടുത്ത് ജീവിക്കുന്ന നമുക്ക് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് അകറ്റിത്തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്കുള്ള യാത്ര, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു ബർസഹുൽ ആലമിലും നാളെ പരലോകത്തും അള്ളാഹുവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അള്ളാഹു സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ അവരെയും നമ്മെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ എല്ലാം മനസ്സിലുള്ള സാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു നമുക്കെല്ലാം സഫലീകരിച്ചു തരുമാറാകട്ടെ. ആരോഗ്യവും സമ്പത്തുമൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ മാനസികമായ വിശാലമായ മനസ്സുള്ള വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്കെല്ലാം കുടുംബസമേതം അള്ളാഹുവിന്റെ സ്വർഗത്തോപ്പിൽ ഇടം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കളെ പരലോകത്ത് വെച്ച് സന്തോഷത്തോടു കൂടി കാണാനുള്ള വിധി അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين.